ടി.ജെ. ആഞ്ചലോസിന്റെ നിലപാടുകൾ, അതായത് CPI അവരുടെ മുൻ നിലപാടിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല എന്നതാണ് വാക്കുകൾ. അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാട്ടിയ സീപ്ലെയിൻ പദ്ധതി ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് വീണ്ടും കടക്കുമ്പോൾ എങ്ങനെ സർക്കാരും CPM-ഉം ഇതിന് മറുപടി നൽകുമെന്നതാണ് ചോദ്യം. ഇതിന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജിന്റെ മറുപടി ഇങ്ങനെയാണ്: മത്സ്യത്തൊഴിലാളി മേഖലയെ ഒരു തരത്തിലും ഈ പദ്ധതി ബാധിക്കില്ല. കായൽ മേഖലയെ ഒഴിവാക്കിക്കൊണ്ട് വിമാനത്താവളങ്ങളിൽ നിന്നും ഡാമുകളിലേക്ക് നേരിട്ട് സർവീസ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. സീപ്ലെയിൻ പദ്ധതി ഒരു തരത്തിലും മത്സ്യത്തൊഴിലാളികളെ ബാധിക്കില്ല. ഏതെങ്കിലും തരത്തിൽ കായലിൽ ലാൻഡിംഗ് ആവശ്യമെങ്കിൽ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യും, അവരുടെ ആശങ്ക പരിഹരിക്കും എന്നതാണ് M. സ്വരാജിന്റെ വാക്ക്. അന്ന് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വിമർശനം ഈ സീപ്ലെയിൻ വേമ്പനാട്ട് കായലിലെയും അഷ്ടമുടി കായലിലെയും ഒക്കെ അവിടെയൊക്കെയാണ് ലാൻഡ് ചെയ്യുക. ആ സമയത്ത് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നമാണ് അന്ന് ഉയർന്നു വന്നത്. ആ പ്രശ്നം ഉയർന്നു വന്ന സമയത്ത് അവരെ വിശ്വാസത്തിലെടുക്കാനോ ചർച്ച ചെയ്യാനോ ആ ആശങ്കകൾ അകറ്റാനോ ഉള്ള നടപടി സ്വീകരിച്ചില്ല. ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത് അങ്ങനെയല്ല. വിമാനത്താവളത്തിൽ നിന്ന് ഡാം സൈറ്റിലേക്കാണ് പോകുന്നത്. നമ്മൾ സംസാരിക്കുന്നതിന് തൊട്ട് മുൻപ് മത്സ്യത്തൊഴിലാളി സംഘടനയുടെ ഒരു ഭാരവാഹിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടത്, ഇങ്ങനെ ഡാം സൈറ്റുകളിൽ ഡാമിൽ സീപ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല, എതിർപ്പില്ല. ഞങ്ങളുടെ തൊഴിലിനെ ഉപജീവനത്തെ ബാധിക്കാത്ത തരത്തിൽ നടപ്പാക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നാണ്. ഇപ്പൊ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി കായലിൽ ലാൻഡ് ചെയ്യണമെങ്കിൽ ഏത് ഭാഗങ്ങളിലാവാം, എവിടെയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ദോഷം ചെയ്യാത്തത്, മത്സ്യസമ്പത്തിനെ ബാധിക്കാത്തത്, ഇങ്ങനെ ശാസ്ത്രീയമായി പഠിച്ചും എല്ലാവരെയും വിശ്വാസത്തിലെടുത്തും വേണം ചെയ്യാൻ. ഈ ഗവൺമെന്റിന്റെ പ്രത്യേകത അതാണ്. ഒരു എതിർപ്പ് ഉയർന്നു വരുന്ന സമയത്ത് എതിർപ്പിന്റെ അടിസ്ഥാന കാരണം എന്താണ് എന്ന് പരിശോധിച്ച് അത് പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അല്ല, അങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ നിങ്ങൾക്ക് ആലപ്പുഴയിലെ CPM നേതാവായ ശ്രീ P.P. ചിത്തരഞ്ജനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ലേ? തീർച്ചയായും. ഇപ്പോൾ ആശങ്ക ഉണ്ടാവുന്നത് ഇപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളാണ് സത്യത്തിൽ ഇത് ആശങ്ക ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ആ വാർത്തകൾ കേൾക്കുന്ന സമയത്ത് ആശങ്ക ഉണ്ടാവും. ഞങ്ങൾ അത് പരിഹരിക്കും, അത് ചർച്ച ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോ സ്റ്റേറ്റ്മെന്റ് വന്നത് ഞാൻ കണ്ടത് ഇങ്ങനെ വിമാനത്താവളത്തിൽ നിന്നും ഡാമുകളിലേക്ക്, അണക്കെട്ടുകളിലേക്ക് ഇതിന്റെ സർവീസ് നടത്തുന്നതിൽ ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ ബാധിക്കുന്നതായി ഇത് മാറില്ല. അതിൽ മത്സ്യത്തൊഴിലാളികൾക്കും വിശ്വസിക്കാം. ഈ ഗവൺമെന്റ് അത്തരമൊരു നടപടിയിലേക്ക് പോവില്ല. ഇനി കായലിനെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ അത് മത്സ്യത്തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്ത് ചർച്ച ചെയ്ത് എല്ലാ ആശങ്കയും ദൂരീകരിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഞങ്ങളുടെ നയം, സമീപനം. CPI പണ്ട് സമരം ചെയ്തു, ഞങ്ങൾ ഇപ്പോഴും സമരത്തിലാണെന്ന് പറഞ്ഞു. ടി.ജെ. ആഞ്ചലോസിന്റെ വാർത്താക്കുറിപ്പൊക്കെ ഒരുപക്ഷെ P.P. ചിത്തരഞ്ജൻ പറയുന്നത് പോലെയല്ല. CPI ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അല്ല, അവരുടെ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഡാം സൈറ്റുകൾ ഉപയോഗിക്കുന്നതിന് എതിർപ്പില്ല. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെ ബാധിക്കുമ്പോൾ മാത്രമേ അവർ എതിർക്കൂ. അങ്ങനെ ബാധിക്കുന്ന നടപടിയായിട്ട് നടപ്പാക്കില്ല. ആ കാര്യം ഉറപ്പാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു വാശിയോ നിർബന്ധ ബുദ്ധിയോ ഇല്ലല്ലോ. ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളോടൊപ്പമാണ്. ഒപ്പം കേരളത്തിന്റെ ഇതെല്ലാം പരിഹരിക്കും. CPI ഒപ്പം P.P. ചിത്തരഞ്ജന്റെയും അഭിപ്രായങ്ങളെല്ലാം പരിഗണിച്ച് അങ്ങനെ ഒരു ചർച്ച നടത്തി ആശങ്കകൾ പരിഹരിക്കും. ഉറപ്പായും. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി രംഗത്ത് ജോലി ചെയ്യുന്ന മഹാഭൂരിപക്ഷം പേരും സാധാരണക്കാരാണ്. അവരുടെ കൂടി രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അവരെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ ആ മേഖലയെ ബാധിക്കാത്ത തരത്തിൽ മാത്രമേ ഏത് നടപടികളും ഏത് പദ്ധതികളും നടപ്പാക്കൂ എന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. അഭിമാന പദ്ധതി ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദത്തിൽപ്പെടുന്നു എന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധി കൂടി സർക്കാരിനും ഇടതുമുന്നണിക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെയാണ് മുന്നണിയുടെ നീക്കം. പ്രത്യേകിച്ച് M. സ്വരാജിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നതും അതാണ്. വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് മുഹമ്മദ് റിയാസ് സംസ്ഥാന ടൂറിസം മന്ത്രിയുടെ പ്രതികരണവും ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കാം. അതിനു മുമ്പ് ശരണ്യ സ്നേഹജനിക്ക്. ശരണ്യ, 20-ന് ബന്ധപ്പെട്ടവരുടെ യോഗം വിളിക്കുന്നു എന്നതാണ് CPIയുടെ പ്രഖ്യാപനം. അത് CPIയുടെ മത്സ്യത്തൊഴിലാളി സംഘടനകളെ മാത്രമല്ല, ഈ മേഖലയിലുള്ള സമാന നിലപാടുള്ള എല്ലാവരെയും ഒന്നിച്ചു ചേർക്കാൻ ഒരു വേദിയുണ്ടാക്കാൻ CPI ഒരുങ്ങുന്നു എന്നതാണ്. മുമ്പ് UDF സർക്കാരിന്റെ കാലത്തുണ്ടായതിന് സമാനമായ പ്രക്ഷോഭ പരിപാടികളാണോ CPIയുടെ ഈ നീക്കത്തിന് പിന്നിൽ? ഇത് ടി.ജെ. ആഞ്ചലോസിന്റെയോ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയോ മാത്രം അഭിപ്രായമാണോ? തീർച്ചയായും സജിത്ത്, CPI നേതൃത്വവുമായി കൂടിയാലോചനകൾക്ക് ശേഷം തന്നെയാണ് ടി.ജെ. ആഞ്ചലോസ് ഇങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, കഴിഞ്ഞ ഒരു UDF സർക്കാരിന്റെ കാലത്ത് വലിയ പ്രതിഷേധം സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഇടമാണ് ആലപ്പുഴ പുന്നമടക്കായലിൽ ഉയർന്ന പ്രതിഷേധത്തെ തുടർന്നാണ് പിന്നീട് സീപ്ലെയിൻ പദ്ധതി തന്നെ സർക്കാരിന് ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം വരികയും ചെയ്തത്. അതിന് സമാനമായ രീതിയിൽ മറ്റൊരു മാറ്റവും ഇപ്പോഴത്തെ കായൽ രംഗത്ത്
ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ടി ജെ ആഞ്ചലോസ് പറയുന്നത്. ഇന്നലെ PP ചിത്തരഞ്ജൻ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് കായലിൽ വട്ടക്കായൽ അടക്കമുള്ള ഇടങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കാത്ത രീതിയിൽ ഈ സീപ്ലെയിൻ ലാൻഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ, വാട്ടർ ഡ്രോമുകൾ അവിടെ സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ തങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള ഒരു നിലപാട് മയപ്പെടുത്തുന്ന രീതിയിലാണ് CPM MLA PP ചിത്തരഞ്ജൻ പറഞ്ഞത്. അദ്ദേഹമായിരുന്നു അന്ന് ആദ്യഘട്ടത്തിൽ സമരം നടക്കുമ്പോൾ CITUവിന്റെ അന്ന് മത്സ്യത്തൊഴിലാളി യൂണിയന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് CPM അവിടെ വലിയ സമരം നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് അദ്ദേഹം നിലപാട് കുറച്ചുകൂടി മയപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അന്ന് സമരത്തിന് നേതൃത്വം നൽകിയ AITUCയുടെ CPIയുടെ പ്രതിനിധിയായ ടി ജെ ആഞ്ചലോസ് പറയുന്നത് ആ നിലപാടിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തങ്ങളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ M സ്വരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഡാം സൈറ്റുകളിലേക്ക് മാത്രമാണ് സീപ്ലെയിൻ പോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ PP ചിത്തരഞ്ജനുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അങ്ങനെയല്ല മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കായൽ വിനോദസഞ്ചാര മേഖലയിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഇടം ആലപ്പുഴയാണ്. ആലപ്പുഴയിലേക്കാണ് ഏറ്റവും അധികം സഞ്ചാരികൾ വിദേശത്തു നിന്നാണെങ്കിലും കേരളത്തിന് പുറത്തു നിന്നാണെങ്കിലും ആലപ്പുഴയിലെ കായൽ ടൂറിസത്തിലേക്ക് എത്തുന്നത് ആലപ്പുഴയിലാണ്. അതായത് സീപ്ലെയിൻ പദ്ധതി ഏറ്റവും അധികം ഗുണം ചെയ്യേണ്ട ഒരു സ്ഥലം ആലപ്പുഴയാണ്. ഈ ഡാമുകളിലേക്ക് മാത്രമല്ല, ആലപ്പുഴയിലേക്ക് വേണ്ടിയുള്ള പദ്ധതി വരികയാണെങ്കിൽ തീർച്ചയായും ആലപ്പുഴയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ കൂടിയാലോചനകൾക്ക് ശേഷമാകും വരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ M സ്വരാജ് ഇത് അങ്ങനെ ആവില്ല, ആലപ്പുഴയിലേക്ക് എത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതി എത്രമാത്രം ഗുണകരമാകും, അല്ലെങ്കിൽ വിനോദസഞ്ചാര മേഖലയിൽ എത്രമാത്രം കുതിപ്പുണ്ടാക്കാൻ, സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ഈ പദ്ധതി കൊണ്ട് കഴിയും എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് സംശയം ഉന്നയിക്കേണ്ടതായിരിക്കുന്നു. എന്തായാലും CPIയുടെ നിലപാട് ഇതാണ്. അതിശക്തമായി ഈ സംഭവത്തെ എതിർക്കുമെന്നുള്ളതാണ്. ഇന്നലെ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ പോലും അതിന്റെ പ്രതിഷേധം, നടന്ന സംഭവങ്ങളിലുള്ള പ്രതിഷേധം CPI ജില്ലാ സെക്രട്ടറിയും ഒപ്പം തന്നെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ സമരസമിതിയുടെ പ്രധാന നേതാവുമായിരുന്ന ടി ജെ ആഞ്ചലോസ് വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്നലെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ബോൾഗാട്ടിയിൽ സീപ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സമയത്ത്, അവിടുന്ന് പറന്ന് ഉയരുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ നിരോധനമാണ്. ആ പ്രദേശത്തേക്ക് കടക്കുന്നതിനുണ്ടായ നിരോധനം, ഒപ്പം മറ്റ് ബോട്ടുകൾക്ക്, വിനോദസഞ്ചാരികളുടെ ബോട്ടുകൾക്കടക്കം സഞ്ചരിക്കുന്നതിനുണ്ടായ നിയന്ത്രണം. അങ്ങനെ ബന്ദികൾ എന്ന് തന്നെയാണ് അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ച്, ബന്ദികളാക്കി മത്സ്യത്തൊഴിലാളികളെ അടക്കം ഇന്നലെ ഉദ്ഘാടന സമയത്ത് വെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് CPI വ്യക്തമാക്കുന്നത്. ഇതിനായി അവർ പറയുന്ന കാര്യം, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി കൂടിയാലോചനകൾ നടത്തുമെന്നുള്ളതാണ്. ധീവരസഭയുടെ ദിനകരനടക്കമുള്ള നേതാക്കന്മാരുമായി ഇന്നലെ ചർച്ച നടത്തി എന്നുള്ളതും ടി ജെ ആഞ്ചലോസ് വ്യക്തമാക്കുന്നുണ്ട്. എന്താണോ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി 2013 എടുത്ത നിലപാട്, ആ നിലപാടിൽ നിന്ന് 1% പോലും മാറില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ചില കാര്യങ്ങളിൽ വ്യക്തത വരണം. ജോമോൻ ഉണ്ട് നമുക്കിപ്പം, ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ജോമോൻ.